എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡയബറ്റിസ് റിവേഴ്സൽ സ്റ്റോറി. അതായത് ആദ്യം ഞാൻ എൻ്റെ ഡയബറ്റിസ് പൂർണ്ണമായിട്ട് എൻ്റെ ബ്ലഡ് ഷുഗർ നോർമലിൽ കൊണ്ടുവന്നത് ഒരു ഉപവാസ കാലത്താണ്, ഒരു നോയമ്പ് കാലത്താണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അന്നേരം എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അത് നോയമ്പിൻ്റെ ഭാഗമാണ്. നമ്മൾ ഉച്ചവരെയെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, എക്സസൈസ്, നമ്മൾക്ക് ഒരുപാട് കുമ്പിടിയിലുണ്ട് ആ എക്സസൈസ്. അത് നല്ല ശരീരം മുഴുവനും അനങ്ങുന്ന എക്സസൈസ്. പിന്നെ മൂന്നാമത്തെ കാര്യം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക, നമ്മൾ വറിയൊക്കെ ഒരുപാട് കുറയ്ക്കുക. നാലാമത്തെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് വീഗനിസം പോലെ ഉള്ള ഒരു ഡയറ്റ്, ആനിമൽ ഫുഡ്സ്, പിന്നെ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ്സ്, അതെല്ലാം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഇൻടേക്ക് ഓഫ് കാലറീസ് കുറയും. അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കുറയും. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയബറ്റിസ് ഉണ്ടാകുന്നത് തന്നെ നമ്മളുടെ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ്. അതിലെ ആദ്യത്തെ പ്രക്രിയ ലിവറിൽ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ലിവർ ഫാറ്റ് കൂടിക്കഴിഞ്ഞ് പിന്നെ പാൻക്രിയാസിലും ഒക്കെ ഫാറ്റ് വന്ന് ഇൻട്രാ സെല്ലുലാർ ഫാറ്റ്, നമ്മുടെ സെല്ലുകളുടെ ഇടയിലൊക്കെ ഫാറ്റ് വന്ന് കഴിഞ്ഞിട്ടാണ് നമുക്കത് ഡയബറ്റിസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഡയബറ്റിസ് വരുന്നത് കൊണ്ട് ഈ കാലറി റെസ്ട്രിക്ഷൻ നമുക്ക് ഉപകാരം ചെയ്യും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്? നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഫാസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ എണീറ്റ് അടുത്ത പാലൊഴിച്ച കാപ്പിയോ പഞ്ചസാരയിട്ട കാപ്പിയോ കുടിക്കുന്നത് വരെയുള്ള ആ പീരിയഡ് ഒരു ഫാസ്റ്റിംഗ് പീരിയഡാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ 8 മണിക്ക് കഴിക്കുകയും രാവിലെ 6 മണിക്കാണ് നമ്മൾ കാപ്പി കുടിക്കുന്നതെങ്കിൽ 8 തൊട്ട് 6 വരെയുള്ള സമയമാണ് നമ്മുടെ ഫാസ്റ്റിംഗ്. അതായത് 10 മണിക്കൂറാണ് നമ്മളുടെ ആ ദിവസത്തെ ഫാസ്റ്റിംഗ്. മിനിമം 12 hours ഒരാൾ ഫാസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് തന്നെ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. നമ്മൾ അങ്ങനെ കഴിക്കാതെ ഇരിക്കുന്നതും ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ 12 മണിക്കൂർ എങ്കിലും കഴിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ 8 തൊട്ട് 8 വരെ കഴിക്കാതെ ഇരിക്കണം. അല്ലെങ്കിൽ ഒരു 7:30 കഴിച്ചിട്ട് 7:30 വരെ, അല്ലെ 6 തൊട്ട് 6 വരെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? വളരെയധികം ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ 12 മണിക്കൂർ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. 12 മണിക്കൂർ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. എന്നാലും ഞാൻ ചെയ്തതോ നോയമ്പിൻ്റെ കാലത്തോ എനിക്ക് ചൈനീസ് മെഡിസിനൽ ബ്രെത്ത് വർക്കുകാർ പറഞ്ഞതോ ആയുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വെറും 12 മണിക്കൂറല്ല. ആ ചൈനീസ് മെഡിസിനൽ ബ്രെത്ത് വർക്കുകാർ നമ്മളെ അത് പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം 12 മണിക്കൂർ, പിന്നെ അടുത്ത ദിവസം 14 മണിക്കൂർ, പിന്നെ അത് 16 മണിക്കൂർ, പിന്നെ 18 മണിക്കൂർ, പിന്നെ 24 മണിക്കൂർ. അങ്ങനെ ഫുൾ ഡേ ഫാസ്റ്റിംഗ് ആണ് അവർ നമ്മളെ പഠിപ്പിച്ചത്. ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് ഫാസ്റ്റ് ചെയ്യാനുള്ള വിധമാണ് ചൈനീസ് മെഡിസിനൽ ബ്രെത്ത് വർക്കുകാർ പഠിപ്പിച്ചത്. ഏറ്റവും ശക്തമായ മെഡിസിനൽ ടൂള് മനുഷ്യൻ്റെ കയ്യിലുള്ളത്, നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാതെ ചെയ്യാവുന്നത് ഇത് തന്നെയാണ്, ഫാസ്റ്റിംഗ് ആണ്. ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും ശരീരത്തിന് ഉപകാരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എനിക്ക് ആദ്യം നോയമ്പ് കാലത്ത് എനിക്ക് ആദ്യത്തെ നോയമ്പിന് എനിക്കതൊരു പ്രയാസമേ തോന്നിയില്ല. കാരണം എന്നോട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തു. അന്ന് എനിക്ക് രോഗമൊന്നും ഉള്ളതായിട്ട്, ഈ ഡയബറ്റിസ് ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു. എനിക്ക് അതൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയിട്ടുമില്ല. പക്ഷേ എനിക്ക് വിശക്കുമ്പോൾ തലവേദന എടുക്കുന്ന ഒരു ഇതുണ്ട്. ഞാൻ എങ്ങനെ ഇത് ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അതെനിക്ക് വളരെ മെത്തോഡിക്കലായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു അന്ന്. അതെല്ലാം കഴിഞ്ഞ് ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് വന്ന ശേഷം ഇത് എല്ലാ സ്റ്റെപ്പിൻ്റെയും കാര്യം ഞാൻ പറയാം. ഈ കാലറി ഡെൻസ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നതിൻ്റെയും കാര്യം പറയാം. അത് ഞാൻ വേറെ വീഡിയോകളിൽ പറയാം. അപ്പോൾ ഇതിപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മാത്രമാണ്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വളരെ നന്നായിട്ട് അന്ന് ചെയ്തെങ്കിലും പിന്നെ ഒരു വർഷമോ മറ്റോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡയബറ്റീസും തിരിച്ചു വന്നു. ഞാൻ മരുന്ന് തന്നെ ചൂസ് ചെയ്തു. ഇഞ്ചക്ഷൻ വരെ ആയിരുന്നു, ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൂടിയിട്ട്.
അങ്ങനെയാണ് എനിക്ക് എല്ലാം പ്രയാസമായിട്ട് വന്നു. എൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും അപ്പോഴാണ് ഞാൻ തിരിച്ച് ഇതിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിച്ചതും. അപ്പോൾ ഞാൻ ഈ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് അഡോപ്റ്റ് ചെയ്തതും അത് നമ്മൾക്ക് ഒരു ബെനിഫിറ്റ് കൊണ്ടുവരും. പക്ഷേ ഈ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൻ്റെ പ്രത്യേക പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോ കാർബിൽ പോകുമ്പോഴേക്കും നമ്മൾ പിന്നെ കഴിക്കുന്നത്, നമുക്ക് കാലറി കിട്ടാൻ കഴിക്കുന്നത് ഫാറ്റാണ്. അപ്പോൾ ഈ ഫാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നത് നെയ്യ്, വെണ്ണ, വെളിച്ചെണ്ണ, ഒലിവ് ഓയിലൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയതായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല, മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചോറ് വളരെ കുറച്ച് അതിനകത്ത് ഇതെല്ലാം വാരിയിട്ട് കുറേ തോരനോ അല്ലെങ്കിൽ കുറച്ച് സാലഡോ ഒക്കെ തിന്നും. പക്ഷേ ഈ LCHF ഡയറ്റും കീറ്റോ ഡയറ്റും പറയുന്നവർ 5 ബോൾ നിറയെ സാലഡ്സ് കഴിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഈ 5 ബോൾ സാലഡിൽ എല്ലാ കളറിലുള്ള വെജിറ്റബിൾസും അല്പം ഫ്രൂട്ട്, അവർ ബെറീസ് എന്നാണ് പറയുന്നത്, ബ്ലൂബെറി, റാസ്ബെറി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈ എല്ലാ കളറിലുള്ള വെജിറ്റബിൾസ്, അതായത് പേർപ്പിൾ ക്യാരറ്റ്, പേർപ്പിൾ ക്യാബേജ് ഒരു ദിവസം, പിന്നെ റെഡ് ക്യാരറ്റ്, പിന്നെ ബ്രോക്കോളി, ഇങ്ങനെയുള്ള പല കളറിലുള്ള വെജിറ്റബിൾസ് അവർക്ക് പച്ചയ്ക്ക് സാലഡായിട്ടൊക്കെ കഴിക്കാനായിട്ട്, അവർക്കതിൽ സാലഡ് ഡ്രസ്സിങ്, ഫാറ്റ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ധാരാളം അവൈലബിളാണ്. നമ്മളുടെ ന്യൂട്രീഷൻ നമ്മളുടെ ഈ ഡയറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ LCHF ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം, നമുക്ക് ഉള്ള ഒരു ഡേഞ്ചർ, നമ്മൾക്ക് മാൽ ന്യൂട്രീഷൻ ഉണ്ടാകുന്നു എന്നാണ്. നമ്മൾ ഹൈ കാലറി ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, ഫാറ്റൊക്കെ കഴിച്ച് ഫാറ്റ് ബേൺ ചെയ്യുന്നു. പക്ഷേ നമുക്ക് മാൽ ന്യൂട്രീഷൻ ഉണ്ടാകുകയും നമുക്ക് മുടി കൊഴിച്ചിൽ, ക്ഷീണം, പല്ലിന് കേട്, ഇങ്ങനെ ചെറിയ പ്രോബ്ലംസ് നമ്മൾക്ക് വരും. ആ ചെറിയ പ്രോബ്ലം മാഗ്നിഫൈ ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ലോ കാർബ് ന്യൂട്രീഷനിസ്റ്റിൻ്റെ അഡ്വൈസ് വെച്ച്, ന്യൂട്രീഷൻ ചാർട്ട് വെച്ച് നമ്മൾ കഴിക്കണം. പക്ഷേ ആ ന്യൂട്രീഷൻ ചാർട്ട് അവർ തരുന്നത് ഇതുപോലെയുള്ള സാലഡ്സൊക്കെ ആണെങ്കിൽ അത് നമുക്ക് വളരെയധികം പ്രയാസം ആണ്, നമുക്കത് ചെയ്യാൻ വളരെ പ്രയാസമാണ്. എന്നാലും ഞാൻ ഉള്ളത് വെച്ച് ഇത് കുറയ്ക്കാനായിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പായിട്ട് അത് ഞാൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഏറ്റവും നല്ലത് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ്. അതൊരു വളരെ പവർഫുൾ ടൂളാണ് മനുഷ്യന് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത്തവണ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഈ നോമ്പിനൊക്കെ മുമ്പ് ഞാൻ ഇതുപോലെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പ്രയാസപ്പെടുമ്പോൾ, സ്ട്രഗിൾ ചെയ്യുമ്പോൾ, ഞാൻ പറയുമല്ലോ എനിക്ക് 300 വരികയല്ല, പക്ഷേ 200 മുകളിലൊക്കെ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഭക്ഷണം കഴിയുമ്പോൾ 200 മുകളിൽ പോകും, അല്ലെ 2 മണിക്കൂർ കഴിയുമ്പോൾ 190, 205 എന്നൊക്കെ ഇരിക്കും. ചില സമയത്ത് വല്ലതും ചപ്പാത്തിയൊക്കെ കഴിച്ചാൽ 240 വരെയൊക്കെ പോകും. അത് ഞാൻ മരുന്ന് എടുക്കുമ്പോഴും പോകുമായിരുന്നു. പക്ഷേ ഈ രാത്രിയിൽ ഇൻസുലിൻ കുത്തി വെച്ച് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോൾ അത് 70 ആകും. രാത്രി കിടക്കാൻ പോകുന്ന 247 ആണെങ്കിലും രാവിലെ 70 ആകും. കാരണം ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇൻസുലിൻ എടുക്കുക, ആ ഇൻസുലിൻ ആക്ട് ചെയ്ത് ഇതിനെ വളരെ വേഗത്തിൽ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കുറച്ച് കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഇൻസുലിൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നിങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ കാണാനിടയായത്. ഈ ജേസൺ ഫങ്ങിൻ്റെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ പവർഫുള്ളാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടു. എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ക്ഷീണം വരും. ഞാൻ ഫാസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വളരെയധികം തളർന്നു പോകുന്നു. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? എനിക്ക് പ്രായം 67, ഈ മാർച്ച് 19 അപ്പോൾ ഞാൻ നല്ല പ്രായമുള്ള ഡയബറ്റിസ് ഉള്ള ഒരാളാണ്. ദൈവം ചെയ്ത കൃപ കൊണ്ടാണ് എനിക്ക് ആ ആദ്യത്തെ ഡയബറ്റിസിൻ്റെ കൂടെ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. ആ ഡയബറ്റിസും ബ്ലഡ് പ്രഷറും അന്ന് റിവേഴ്സ് ചെയ്തു. ഇതുവരെ ബ്ലഡ് പ്രഷർ കൂടാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്ന പ്രാർത്ഥനകൾ പഠിച്ചതും, അതുപോലെ തന്നെ ഞാൻ സുദർശന ക്രിയ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്നെ സഹായിക്കുന്നുണ്ട് പ്രഷർ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞത്, ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തത്, ഒരു ഫോറിനർ കമൻറ്റ് ചെയ്തത്, നമ്മൾക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ വിശപ്പ് പോലെയും ക്ഷീണം പോലെയും തോന്നുന്നത് ആക്ച്വലി ഹങ്കർ അല്ല, അത് ഡീഹൈഡ്രേഷൻ ആണ്. നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അത് വളരെ കറക്റ്റാണ്. നമ്മൾക്കിപ്പോൾ ഡയബറ്റിസ് ഉണ്ട്,
വയറിലെല്ലാം കൊഴുപ്പടിഞ്ഞ് കൂടിയിട്ടുണ്ട്, സെല്ലിലെല്ലാം കൊഴുപ്പുണ്ട്. നമ്മൾക്ക് എനർജിക്കുള്ള സോഴ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർവ്ഡ് ആകുന്നത് വെള്ളം നമുക്ക് വേണം. വെള്ളം ഇല്ലാതെയുള്ള ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അത് നമ്മളെയൊക്കെ തളർച്ച തോന്നും. പിന്നീട് അത് മാറുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ വെള്ളം കുടിക്കണം. ധാരാളം വെള്ളം കുടിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മുടെ നാക്കിൽ ഒരു സ്വല്പം ഉപ്പ് വെക്കുക. സീ സോൾട്ട് അല്ലെങ്കിൽ ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്നൊക്കെ പറയുന്ന മിനറൽസ് ധാരാളമുള്ള ഉപ്പുകളുണ്ട്. നമ്മൾ ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത് അയോഡൈസ്ഡ് സോഡിയം ക്ലോറൈഡാണ്. അയോഡൈസ്ഡ് സോഡിയം ക്ലോറൈഡും ആൻറ്റി കേക്കിംഗ് ഏജൻസും. അതല്ല ഞാൻ പറയുന്നത്, സീ സോൾട്ട് കിട്ടും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ ഹിമാലയൻ പിങ്ക് സോൾട്ട് കിട്ടും. സീ സോൾട്ട് വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അത് ഗവൺമെൻറ് അതിൻ്റെ സെയിൽ വെറുതെ പ്രിസർവേഷന് മാത്രം എന്ന് പറഞ്ഞ് നിരോധിച്ചിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ഒരു ചാക്ക് അല്ലെങ്കിൽ ഒരു 4-5 കിലോ ഒന്നിച്ചൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് സീ സോൾട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഓൺലൈനായിട്ട് ഒരു സീ സോൾട്ടാണ് വാങ്ങിക്കുന്നത്. അതിന് ഇച്ചിരി 60 രൂപയോളം ആകും കിലോ. നമ്മൾ 8-10 കിലോ ഒന്നിച്ച് വാങ്ങിച്ചാൽ അതെനിക്ക് 8-10 മാസത്തേക്ക് നിൽക്കും. ഞാനത് പാക്ക് ചെയ്ത് വെച്ചേക്കും. അത് ഞാൻ വാങ്ങിക്കുന്നത് അത് വളരെ ക്ലീൻ സോൾട്ടാണ്. അതിനകത്ത് ഒരുപാട് അഴുക്കൊന്നും മുകളിൽ വെള്ളത്തിൽ കലക്കുമ്പോൾ വരികയില്ല. അപ്പം ഞാൻ അങ്ങനെ സോൾട്ട് വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത്. ആ സോൾട്ടുണ്ട്, ഹിമാലയൻ പിങ്ക് സോൾട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഉപ്പ് കല്ല് നാക്കയിൽ വെച്ചിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് അത് വായിൽ വെക്കുക. ആ ഉപ്പ് ചെല്ലുമ്പോഴേക്കും നമ്മളുടെ ക്ഷീണമെല്ലാം മാറും. കാരണം നമുക്ക് ഡീഹൈഡ്രേഷനും മിനറൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസുമാണ് നമ്മൾക്ക് ഈ ക്ഷീണം ഉണ്ടാക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഡയബറ്റിസ് ഉള്ളവർക്ക് കൂടുതലായിരിക്കും. കാരണം അവർ ധാരാളമായിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടും മൂത്രത്തിൽ കൂടെയൊക്കെ. അത് കാരണം വെള്ളം കുടിക്കുകയും ഒരു കല്ല് ഉപ്പ് വായി വെക്കുകയും ചെയ്യുമ്പോൾ എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ഞാൻ ഡോക്ടറൊന്നുമല്ല. എൻ്റെ കാര്യം ഞാൻ എങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് രാത്രി ഞാൻ 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കും. എനിക്ക് ചിലപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ താമസിക്കുകയാണെങ്കിൽ 7 മണിക്ക് മുമ്പ്, ചിലപ്പോഴൊക്കെ 7:15 ഒക്കെ ആകും. മിക്കവാറും 6 മണി 6:30 ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചിരിക്കും. പിന്നീട് 12:30 അടുത്ത ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് 12ഉം 6ഉം 18 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. മിനിമം 14 മണിക്കൂറെങ്കിലും ഞാൻ ഫാസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ ഞാനിത് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നു പറയാൻ വേണ്ടിയല്ല പറയുന്നത്. എങ്ങനെ എല്ലാവർക്കും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനാണ് ഞാൻ ഇത് പറയുന്നത്. ഇനി ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇത് വളരെ ലോങ് ആയിപ്പോവും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ വേറെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇട്ടിട്ട് അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് കരുതുന്നു. ഏറ്റവും നമ്മൾക്കുള്ള വലിയ ഒരായുധമാണ് ഫാസ്റ്റിംഗ്. നമ്മൾക്ക് മനസ്സിൻ്റെ കാര്യത്തിലും ശരീരത്തിൻ്റെ കാര്യത്തിലും നമ്മൾക്ക് ഏറ്റവും പവർഫുൾ ടൂൾ എന്ന് പറയുന്നതാണ് ഉപവാസം. അപ്പോൾ നന്ദി, നമസ്കാരം. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ 12 മണിക്കൂർ ചെയ്യാം എന്ന്